താപനില ഉയർന്നതോടെ ഏലം കർഷകർക്ക് നെഞ്ചിടിപ്പേറി. മുൻവർഷങ്ങളിൽ ഉഷ്ണതരംഗ സമയത്ത് ചെറുകിട കർഷകരുടെ ഭൂരിഭാഗം ഏലച്ചെടികളും നശിച്ചിരുന്നു. ഇതാണ് കർഷകരെ കൂടുതൽ ആശങ്കയിലാഴ്ത്തുന്നത്. എന്നാൽ കർഷകരിൽ ഇപ്പോൾ ചൂടിനെ പ്രതിരോധിക്കുവാൻ പച്ച വല കെട്ടുകയാണ്. ഏലച്ചെടികൾക്ക് മാത്രമല്ല, എല്ലാത്തരം കൃഷിയെയും പച്ചനെറ്റ് കെട്ടിയാണ് കർഷകർ സംരക്ഷിക്കുന്നത്. ചൂട് കനത്തതോടെ നിലവിൽ ഹൈറേഞ്ചിന്റെ വിവിധ മേഖലകളിൽ തോട്ടങ്ങളിൽ ഏലം വാടി തുടങ്ങി. മുൻവർഷം ഉഷ്ണതരംഗത്തിൽ ഒട്ടേറെ തോട്ടങ്ങളിലാണ് ഏലച്ചെടികൾ പൂർണ്ണമായും കരിഞ്ഞു നശിച്ചത്. എന്നാൽ മരങ്ങളുടെ ചില്ലകൾ വെട്ടിനീക്കാതിരുന്ന തോട്ടങ്ങളിലെ ഏലച്ചെടികൾ ഉണങ്ങിയിരുന്നില്ല. ഇത്തവണ കൊടുംചൂട് മുന്നിൽ കണ്ട് കർഷകരിൽ പലരും തോട്ടങ്ങളിലെ മരച്ചില്ലകൾ വെട്ടിനീക്കിയില്ല. എന്നാൽ തെളിഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങളിൽ ഏലച്ചെടികൾ വാടുന്നുണ്ട്. ശക്തമായ വെയിലടിക്കുന്ന പ്രദേശങ്ങളിൽ പച്ചവല കെട്ടിയാണ് ചെടികളെ കർഷകർ സംരക്ഷിക്കുന്നത്. ഏലത്തോട്ടങ്ങൾ മുഴുവനായും പച്ചവല ഇപ്പോൾ കെട്ടിയിരിക്കുകയാണ്. ഏലച്ചെടികൾക്ക് മുകളിലാണ് പച്ചവല കൂടുതലായും കെട്ടുന്നതെങ്കിലും മറ്റു കൃഷിയിടങ്ങളിലേക്കും പച്ചവല ഇപ്പോൾ വ്യാപിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. അടുത്തതോടുകൂടി ഏലകൃഷിയെ സംരക്ഷിക്കാനായിട്ടുള്ള ഒരു മാർഗമാണ് ഗ്രീൻ നെറ്റ്. ഗ്രീൻ നെറ്റ് ഏലത്തിൻ്റെ മുകളിലൂടെ കെട്ടുമ്പോൾ സൂര്യപ്രകാശം നേരിട്ടേക്കാതെ ഏലം കരിയുന്നത് ഒരു പരിധി വരെ തടയാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഗ്രീൻ നെറ്റ് കിട്ടുന്നത്. മഴ ലഭിക്കാത്തത് മൂലം ഏലകൃഷി വളരെയേറെ പ്രതിസന്ധിയിലോട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. കടുത്ത വേനലിൽ ഈ കൃഷിയെ പ്രതിരോധിക്കാനും ഏലം കരിഞ്ഞുണങ്ങുന്നതിനെ എതിരെ തടസ്സപ്പെടുത്താനുമായിട്ടാണ് ഈ ഗ്രീൻ നെറ്റ് ഇത്തരത്തിൽ കെട്ടുന്നത്. പടുതാക്കുളങ്ങളിൽ നിന്ന് വെള്ളമെടുത്താണ് ചെടികളെ സംരക്ഷിക്കുന്നത്. എന്നാൽ വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ പടുതാക്കുളങ്ങൾ പറ്റും. അതിനാൽ പച്ചവലയാണ് കർഷകർ ഇപ്പോൾ ആശ്രയിക്കുന്നത്. തുടക്കത്തിൽ തന്നെ പച്ചവല വിരിച്ച കർഷകരുടെ ചെടികൾക്ക് ഒരു വാട്ടൽ പോലും ഉണ്ടായിട്ടുമില്ല. ചിലർ ചെടികൾ കരിയാൻ തുടങ്ങിയ ശേഷമാണ് പച്ചവല കെട്ടി തുടങ്ങിയത്. പച്ചവലകൾ കർഷകർ കൂടുതലായി ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ വലയുടെ വിലയും ഉയരാൻ തുടങ്ങി. ഇത് കർഷകർക്ക് തിരിച്ചടിയാകുകയും ചെയ്തു. കടുത്ത വേനലിൽ പച്ചനെറ്റിനെ ആശ്രയിച്ചാണ് കർഷകർ മുന്നോട്ട് നീങ്ങുന്നത്. കൃഷിയിടത്തിൽ ചൂടേക്കാതിരിക്കാൻ പച്ചനെറ്റ് കെട്ടി പ്രതിരോധിക്കുകയാണ്. ഇതോടെ ഈ വേനൽക്കാലം തുടങ്ങിയപ്പം മുതൽ പച്ചനെറ്റിൻ്റെ വ്യാപാരവും വർദ്ധിച്ചിട്ടുണ്ട്. പച്ചനെറ്റിന് വില ഉയരുകയും ചെയ്തു. വേനലിൽ ഏലം കർഷകരാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. AK ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.